ജില്ലയിലെ തുരുത്തിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടക്കും 2025 മഹായജ്ഞം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷങ്ങളായി ഇത്തരത്തിലുള്ള യജ്ഞത്തിന് ഭാഗമായി പ്രവർത്തിച്ചു വരികയാണ്. പൂർണ്ണമായ സമർപ്പണ അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പൂജാപഠനം പഠിതാക്കൾ മാത്രമല്ല, ഇപ്പോൾ ഉപനിഷത്ത് പഠനം, ലളിത സഹസ്രനാമ പഠനം, വിഷ്ണു സഹസ്രനാമ പഠനം, സംസ്കൃത പഠനം, ഇങ്ങനെ സമൂഹത്തിലെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒട്ടനവധി പഠന പ്രവർത്തനങ്ങളിലൂടെയാണ് TVSRCയുടെ മുന്നോട്ടുള്ള യാത്ര. ഈ സത്സംഗ വേദിയുടെ ഇതിലുള്ള പഠിതാക്കളുടെ, ഇതിലുള്ള അഭ്യുദയകാംക്ഷികളുടെ സംഗമമാണ് ഒക്ടോബർ 10, 11, 12 തീയതികളായിട്ട് നടക്കുന്നത്. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഈ ഇത്തരത്തില് പൂജകള്, ധന്വന്തരി ഹോമം, ശ്രീസൂക്ത ഹോമങ്ങള്, കലാപരിപാടികള്, സത്സംഗങ്ങള്, പ്രഭാഷണങ്ങളൊക്കെ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാവരും ഈ കൂട്ടായ്മയ്ക്കായി അവിടെ എത്തിച്ചേർന്നിട്ട് നമുക്കറിയാം, എല്ലാവരും സ്വയം അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് സ്വന്തം ഉത്തരവാദിത്വത്തിലും സ്വന്തമായിട്ട് അവിടെ അർപ്പണ മനോഭാവത്തോടു കൂടി അവിടെ വരികയും ഇതിൽ പങ്കാളികളാവുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു മഹായജ്ഞത്തിന് നമ്മൾ ഈ വർഷവും തുടക്കം കുറിക്കുകയാണ്. ഈ വർഷത്തെ യജ്ഞത്തിന് ഒരു ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. കാരണം നമ്മുടെ പേരിനെ തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഉള്ള ഒട്ടനവധി സത്സംഗ പൂജകളൊക്കെ അവിടെ നടക്കുകയാണ്. ഒക്ടോബർ 11 ശനിയാഴ്ച ദിവസം നടക്കുന്ന ഉപനിഷത്ത് വിചാരം, കേരളത്തിലെ തന്നെ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഉപനിഷത്ത് ആചാര്യന്മാർ നേതൃത്വം കൊടുക്കുന്ന ഉപനിഷത്ത് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നേരിട്ടുള്ള അവരുടെ അനുഗ്രഹം വാങ്ങിക്കുവാനും അവരിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമാണ് അന്ന് അവിടെ ഉണ്ടാകുന്നത്. തൊട്ടടുത്ത ദിവസം വളരെ ഒരു ബൃഹത്തായ ഒരു പദ്ധതി ആയിട്ടാണ് അക്ഷര പൂജ, അക്ഷരതത്വത്തെ, പൂജയുടെ ഒരു വിശാലമായ അർത്ഥങ്ങൾ, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതിയാണ് നമ്മളവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. 51 പേര് ഇരുന്നു കൊണ്ട് ഓരോ അക്ഷരങ്ങളെയും പൂജിക്കുകയും അതേസമയത്ത് ലിപി സരസ്വതി പൂജയും സരസ്വതി ഹോമവും വിദ്യാർത്ഥികൾക്കും പഠനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഗുണപ്രദമായ ഒരു പൂജായജ്ഞത്തിനാണ് ഒക്ടോബർ 12 തുരുത്തിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം സാക്ഷിയാകുന്നത്. തുടർന്ന് അന്തർജനങ്ങളുടെ കലാപരിപാടികൾ നടക്കും. അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഈ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളായിട്ട് അന്തർജനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമായി അവരുടെ ഒരു ഗ്രന്ഥം പ്രകാശനം ചെയ്യുകയാണ്. അതും അന്തർജനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥമായി അത് മുതൽക്കൂട്ടായി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ എല്ലാവരിൽ നിന്നും ആവശ്യമാണ്. അതിൻ്റെ ഒരു പ്രാരംഭമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കായി അപർണയെ ക്ഷണിക്കുന്നു. ഗൗരീ നന്ദന ഗജവദന ഗണേശ വരദാ മാം പാഹി ഗജമുഖ ഗണനാഥ ഗണേശ വരദാ മാം പാഹി ഗജാനന ഗജാനന ഗജവദന
गौरीनन्दन गजवदना गणेश वरदा मां पाहि एकदन्ता गजानना हेरम्बा गजानना 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 ॐ गजवदना गौरीनन्दन गजवदना गणेश वरदा मां पाहि. നന്ദി. ഒക്ടോബർ 10, 11, 12 തീയതികളിലായിട്ട് നടക്കുന്ന യജ്ഞം 2025 അക്ഷരപൂജയാണ്. കൂടാതെ ഉപനിഷത്ത് വിചാരം നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു കേളികൊട്ട് എന്ന് പറയാം നടക്കുന്നത്. അതിന്റെ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനത്തിനായി ഇന്ന് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്ന എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സുസ്വാഗതം. ആദ്യമായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടിരുന്ന അഖില കേരള തന്ത്രി സമാജം സംസ്ഥാന ട്രഷറർ ശ്രീ എടക്കഴിപ്പുരം രമേശൻ നമ്പൂതിരിയെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ TVSRCയുടെ പ്രഥമ ഗോവിന്ദപാദ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിനായി ശ്രീ പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരെ സ്വാഗതം ചെയ്യുന്നു. TVSRCയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പുരസ്കാരം നമ്മൾ അതിന്റെ അനൗൺസ് ചെയ്യാനായിട്ട് ശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. കൂടാതെ TVSRCയുടെ പൂജാപഠിതാക്കൾക്കുള്ള പുരസ്കാരം പ്രഖ്യാപിക്കാനായിട്ട് ശ്രീ കക്കാട് പത്മനാഭ ഭട്ടേരിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ആശംസ അർപ്പിക്കാനായിട്ടിരിക്കുന്ന ശ്രീ പാതിരശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ശ്രീ നീലമന രഞ്ജിത്ത് നരസിംഹൻ നമ്പൂതിരി, അദ്ദേഹം ഉത്തരമേഖലയുടെ സെക്രട്ടറി കൂടിയാണ്. കൂടാതെ ശ്രീ പാമ്പുമേക്കാട് ജാതവേദൻ നമ്പൂതിരിപ്പാട്, ശ്രീ പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാട്, അന്തർജന സഭയുടെ വെടിയൂർ വിജയകുമാരി അന്തർജനം, കൂടാതെ TVSRCയുടെ ഭാരവാഹികൾ ശ്രീരാമേട്ടൻ, കൂടാതെ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി, ഗുരുനാഥന്മാരായിട്ടുള്ള ഹരിയേട്ടൻ തുടങ്ങി തന്ത്രി സമാജാംഗങ്ങൾക്കും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ സഹപാഠികളുള്ള പൂജാ പഠിതാക്കൾക്ക്, കൂടാതെ നമ്മുടെ തന്നെ വിവിധ ഗ്രൂപ്പുകളായിട്ടുള്ള ഉപനിഷത്ത് പഠനം, വിചാരസത്രം, ജ്യോതിഷ പഠനം, ഋഗ്വേദ നാരായണീയ പഠനം, ലളിതാ സഹസ്രനാമ പഠനം, വിഷ്ണു സഹസ്രനാമ പഠനം, അന്തർജന സഭ, ഇതിലുള്ള എല്ലാ അംഗങ്ങളെയും പ്രത്യേകം സ്വാഗതം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാനായിട്ടുള്ള എല്ലാവിധ ആശംസകളും. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 വർഷക്കാലമായി അഖില കേരള തന്ത്രി സമാജവും താന്ത്രിക വൈദിക പഠന കേന്ദ്രവും സംയുക്തമായി ധന്വന്തരി ഹോമം മുതൽ മഹാതാരകായജ്ഞം, ശ്രീസൂക്തയജ്ഞം തുടങ്ങി ഓരോ വർഷവും നമ്മുടെ സനാതന ധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ ഉപയുക്തമാകുന്ന പല പദ്ധതികളും നടപ്പാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഇതിനൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത് 2025 എന്ന വർഷത്തിൽ നടക്കാൻ പോകുന്ന ഈ യജ്ഞം എന്ന പദ്ധതി, ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് താന്ത്രിക വൈദിക പഠന കേന്ദ്രം മാത്രമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്ത്രി സമാജവുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആയിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലവും ഈ പദ്ധതി നടപ്പാക്കിയിരുന്നത്. ഇന്നിപ്പോൾ താന്ത്രിക വൈദിക പഠന കേന്ദ്രത്തിന് തനതായ രീതിയിൽ തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി കൈവന്നിരിക്കുകയാണ്. അതോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലത്തെ എൻ്റെ അനുഭവം, ഈ യജ്ഞം മുതലായ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ട്രഷറർ എന്ന നിലയ്ക്ക് ഞാനായിരുന്നു. വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പദ്ധതിയാണിത്. സാമ്പത്തികം മാത്രമല്ല, ഇതിൽ പങ്കുചേർന്നിരിക്കുന്ന പല അംഗങ്ങളും വിവിധ മേഖലകളിൽ അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരാണ്. അവരുടെ എല്ലാം ഭാവനാശക്തിയും അവരുടെ എല്ലാ രീതിയിലുള്ള സംഭാവനകളും അതോടുകൂടി തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലകളും ഇതെല്ലാം ഒരേ രീതിയിൽ സമ്പുഷ്ടമായാൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ധനസമാഹരണം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. അത് തന്നെയാണ് ഏതൊരു പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു ചാലക ശക്തിയെ പ്രവർത്തിക്കേണ്ടത് സമ്പത്താണ്. അതിൻ്റെ ഒരു പ്രാരംഭമായ ഉദ്ഘാടനം എന്ന നിലയ്ക്ക്
ഞാനിവിടെ ഈ യജ്ഞം 2025 എന്ന ഈ പദ്ധതിയിലേക്ക് 10,000 രൂപ സംഭാവന നൽകിക്കൊണ്ട് ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യജ്ഞം 2025 പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും, ഇതിൻ്റെ ഉദ്ഘാടകനും സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ കോർഡിനേറ്ററായ ശ്രീരാമനും, അന്തർജനസഭ, നമ്മുടെ ഈ പല ശാഖകൾ പറഞ്ഞല്ലോ, എല്ലാ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഏതാണ്ട് 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പദ്ധതി, പൂജാപഠനം എന്നൊരു പദ്ധതി നമ്മൾ ആലോചിക്കുകയും അന്ന് തന്ത്രസമാജത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു പരിപാടി നടത്താൻ സാധിച്ചതും ഒരു വലിയ കാര്യമായിട്ട് ഞാൻ ഇന്ന് കാണുന്നു. കാരണം ഓരോ സംഘടനകളുടെ എണ്ണം പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം എത്ര നീളം കേരളത്തിൻ്റെ കിലോമീറ്റർ ഉണ്ടോ അതിനേക്കാളിലൊക്കെ എത്രയോ ഇരട്ടി സംഘടനകൾ കേരളത്തിൽ നിലനിൽപ്പുണ്ട്. ഞാൻ തന്ത്രസമാജത്തിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ രജിസ്ട്രാർ ഓഫീസിൽ പോയപ്പോൾ അന്ന് പറഞ്ഞത് 2016 എറണാകുളം ജില്ലയിൽ മാത്രം 35,000 സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്, ഒരു ജില്ലയിൽ മാത്രം. അപ്പോൾ കേരളത്തിലെ ഇത്രയും ജില്ലകളിലൂടെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എണ്ണം എത്രമാത്രം വലുതായിരിക്കും. ഓരോ സംഘടനകളും പ്രവർത്തിക്കുമ്പം ആ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണമുണ്ടാകുക, അല്ലെങ്കിൽ ആ സംഘടനയിൽ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാകുക, അതുവഴി രാജ്യത്തിൻ്റെ സർവ്വതോന്മുഖമായിരിക്കുന്ന പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകും. അതാണല്ലോ സംഘടനകളുടെ ദൗത്യം. ഏതായാലും തന്ത്രസമാജത്തിൻ്റെ ചുമതലയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രമേശേട്ടൻ പറഞ്ഞതുപോലെ ഈ സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ പ്രവർത്തനം ആരംഭിക്കാൻ പറ്റി എന്നുള്ളത് വളരെ കൃതാർത്ഥതയുള്ളൊരു കാര്യമാണ്. ആ പ്രവർത്തനങ്ങൾ വളർന്ന് ഇന്ന് പൂജാപഠനം എന്നുള്ളത് ആ ഒരു ശാഖ നിന്നും അത് വളർന്ന് ഇത്രയധികം ശാഖകൾ സനാതന ധർമ്മത്തെ പറ്റി, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റി, ഇപ്പം പൂജാപഠനം മുതൽ ഇപ്പോൾ അക്ഷരപൂജ എന്ന് ശ്രീരാമൻ പറഞ്ഞു, അതുവരെയുള്ള വളരെ സൂക്ഷ്മതലത്തിൽ ചിന്തിക്കാവുന്ന പല കാര്യങ്ങളും ഈ TVSRC അല്ലെങ്കിൽ ആദ്യത്തെ പൂജാപഠനത്തിൻ്റെ പിന്നീട് വന്ന ശാഖകൾ ഓരോ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നടത്തുമ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സംസ്കാരത്തിൻ്റെ ആ ഭാരത സംസ്കാരത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണിത്. ഇത് തിരിച്ചറിയാൻ എത്ര പേർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇതിനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കാണുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോണിൽ നിന്ന് വിമർശിക്കുന്നവർക്ക് അത് വിമർശിക്കാം. വിമർശനം അൺക്രിറ്റിസൈസ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്ന് ഏതോ ഒരു ശാസ്ത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നിരീക്ഷകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിമർശനം ഉണ്ടാവും, വിമർശനം സ്വാഭാവികമാണ്. പ്രവർത്തനം ഉള്ളിടത്താണ് വിമർശനം വരുന്നത്. എന്തായാലും ഈ TVSRC അതിൻ്റെ പരിപൂർണമായ വിജയത്തിലോട്ട് ഓരോ പടിപടിയായിട്ട് വളർന്ന് പന്തലിക്കട്ടെ. അത് നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ബിന്ദുവായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷം TVSRC ആദ്യമായിട്ട് ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. ഗോവിന്ദ
ഭഗവത്പാദ പുരസ്കാരം. ആ പുരസ്കാരവും ഏതായാലും ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് നിർവഹിക്കാൻ പറ്റിയത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ, അത് ഈശ്വര നിയോഗമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ, ഏറ്റവും പ്രധാനപ്പെട്ട തരണനെല്ലൂർ മനയിലെ പത്മനാഭൻ നമ്പൂതിരിപ്പാടിനാണ്. അദ്ദേഹത്തിന് TVSRCയുടെ ഈ പുരസ്കാരം, ഭഗവത്പാദ പുരസ്കാരം, ഈ അവസരത്തിൽ നൽകുന്നതായി എല്ലാവർക്കും വേണ്ടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ഈ സംഘടനയ്ക്ക് ഉണ്ടാവട്ടെ. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെ കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും എന്നും ശ്രീരാമൻ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാം. എപ്പോഴും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളോടൊപ്പമാണ്, യാതൊരു സംശയവുമില്ല. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ടും തരണനെല്ലൂർ ബ്രഹ്മശ്രീ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന് ഈ പുരസ്കാരം അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. വളരെ സന്തോഷം. നമ്മുടെ ഈ TVSRCയുടെ ആവിർഭാവത്തിന് തുടക്കക്കാരനും എല്ലാവിധ പിന്തുണയും ഇന്നുവരെയും നൽകിക്കൊണ്ടിരിക്കുന്ന ചെട്ടികുളങ്ങര ക്ഷേത്രം തന്ത്രിയും അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ മുൻകാലത്തെ ഊർജ്ജസ്വലനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ TVSRCയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലുള്ള സന്തോഷം എല്ലാവർക്കും കൂടി വേണ്ടി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷം അറിയിക്കുന്നു. അടുത്ത ഏറ്റെടുത്തിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ പൂജാപഠനം ആരംഭിച്ച കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വൃക്ഷങ്ങൾ പിടിപ്പിക്കുക, അതിൻ്റെ പരിപാലനം. ഇന്ന് ഈ വർഷം അതിന് പിന്തുണ നൽകിയ മഹത് വ്യക്തിത്വങ്ങളുണ്ട്. അത് എടുത്തു പറയാൻ കാരണം, നമുക്കറിയാം ഇന്ന് വൃക്ഷങ്ങൾ നട്ട് ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാനാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം. ലഭ്യമായ സ്ഥലത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ലോകത്ത്, ലഭ്യമായ സ്ഥലം മുഴുവൻ കൊമേഴ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലോകത്ത്, നമുക്ക് ഉള്ള സ്ഥലത്ത് കുറച്ച് വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കാൻ തയ്യാറായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളാണ്. ബേളൂർ, നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മഹായജ്ഞം നടന്ന ബേളൂർ മഹാശിവക്ഷേത്ര സന്നിധിയിൽ വളരെ മനോഹരമായി തന്നെ അത് അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ പരിപാലനവും നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ അത് വൃത്തിയാക്കിയിട്ടുള്ള അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് അവരെയാണ് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് അഭിനന്ദിക്കുക അല്ലെങ്കിൽ അവരെ അനുമോദിക്കുന്നത്. കൂടാതെ ഈ വർഷം 2024 അത്, ഈ വർഷം സ്വന്തം ഭവനത്തിൽ, സ്വന്തം സ്ഥലത്ത് 27 നക്ഷത്രങ്ങളും നട്ടുപരിപാലിക്കാൻ നേതൃത്വം നൽകിയ പൂജാപഠനം 2ാം ബാച്ച് പഠിതാവ് കൂടിയായിട്ടുള്ള മോഹനൻ നമ്പൂതിരി, അതുപോലെ വിജയകുമാരൻ നമ്പീശൻ, 7ാം ബാച്ച് പഠിതാവായിട്ടുള്ള ചെപ്പന്നൂർ, കുറുങ്ങാട്ട് ചെപ്പന്നൂർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അതുപോലെ നമ്മുടെ ക്യാമ്പ് നടന്ന സ്ഥലത്ത്, സ്വന്തം സ്ഥലത്ത് 27 വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ശ്രീധരൻ പൂലൂർ. ഇവരെയാണ് TVSRC പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ പേരിൽ അതിന് മറ്റുള്ളവർക്ക് പ്രചോദനമാകുവാൻ വേണ്ടി ഇവരെ അനുമോദിക്കുകയാണ്.